ദൈവമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരോട് സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. 66 വയസ്സായി, കോടതിയൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരാളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിയിൽ 4-ാം തീയതി രാത്രി കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സ്ഥലം അനധികൃതമായിട്ടോ നിയമപരമായിട്ടോ ഇരുട്ടിൻ്റെ മറവിൽ രാത്രി 12 മണിക്ക് അല്ലെങ്കിൽ 1 മണി തൊട്ട് ഒരു 4 മണി വരെ ബുൾഡോസറും പൊക്ലിനും ടോറസും ഒക്കെ കൊണ്ടുവന്ന് ഒരു മതിൽ പൊളിയും ഷെഡൊക്കെ വെച്ച സ്ഥലത്താണ് നിൽക്കണത്. ബാക്കി നമുക്ക് പറയാം. അല്പം കോമഡിയാണ്. ഇത് കേരളത്തിലാണ്, അയ്യപ്പ ഭക്തൻ ഭരിക്കുന്ന നാട്ടിലാണ്. ഇത് മണിപ്പൂരല്ല, UP അല്ല, അങ്ങനെ ഓർത്തല്ല. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഈ കാണുന്നത് ആണ് ഈ പള്ളിയുടെ അല്ലെങ്കിൽ ഈ സഭയുടെ ഇത്. അത് ഇപ്പൊ ഇവിടെ വന്നേക്കണത് പ്രോപ്പർട്ടി ഓഫ് MH ബിൽഡേഴ്സ് ഡെവലപ്പേഴ്സ്, ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ഒന്നും ഇനി സ്തുതിയായിരിക്കണ്ട. അച്ഛൻ പേട്ട്. അച്ഛൻ എത്ര വയസ്സായച്ചോ? എനിക്കിപ്പോ 75 കഴിഞ്ഞു. 75 കഴിഞ്ഞു. ഈ പള്ളിയും ഈ സഭയും ഈ സ്ഥലവും ഒക്കെ ആയിട്ട് എത്ര കൊല്ലത്തെ ബന്ധമുണ്ട്? ഞാൻ 1981 ഇവിടെ വരുന്നത്. ഓക്കെ. അപ്പൊ 45 വർഷം എനിക്കുണ്ട്. ഓക്കെ. ഞാൻ അന്ന് മുതൽ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് അറിയുന്ന. എന്റെ പേര് വർഗീസ് കരിപ്പായി, കുറ്റിക്കാട്ടുകാരനാണ്. അച്ഛോ, ഞാൻ ഇതിന്റെ അകത്ത് നിയമവശങ്ങളിലോട്ടൊന്നും പോകുന്നില്ല. നമ്മൾക്ക് നിയമം കോടതി കിടക്കുന്ന മാറ്ററാണ്. പക്ഷെ ഞാൻ നിരവധി കേസുകൾ ഹൈക്കോടതിയിൽ നടത്തുന്ന ഒരാളാണ്, സ്വന്തം വക്കീൽ ഓഫീസും കൂടി വെച്ചിട്ട്. അത്രയും കേസുകളുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് രാത്രി 12 മണിക്ക് വന്ന്. തെറ്റോ ശരിയായിക്കോട്ടെ, രാത്രി 1 മണി കഴിഞ്ഞപ്പോഴാണ് 1 മണി. ഇവർക്ക് അങ്ങനെ ഒരു കോടതി ഉത്തരവുണ്ടെങ്കിൽ അത് ഇരുട്ടിന്റെ മറവിൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CI തന്നെയാണ് അവരോട് ചോദിച്ചത്. നിങ്ങൾ കളമശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? CO. ഇങ്ങനെ വട്ടം ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ അവസ്ഥയില്. ഇതിന്റെ മുകളിൽ കുറെ തമ്പരാക്കന്മാരുണ്ട്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ചല്ലേ, ജേക്കബ് തോമസ് IPS കിട്ടിയ ആളല്ലേ. അയാള് നിയമം നടപ്പാക്കിയിട്ട് അവസാനം കത്തി മുറിച്ചോക്കണടുത്ത് പോയിരുന്നില്ലേ? അപ്പൊ അതൊന്നും പറയണ്ട. അദ്ദേഹത്തിന് കിട്ടിയ ഉദ്യോഗം അതാണ് നടപ്പാക്കി. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന പോലീസുകാരൊക്കെ നമ്മുടെ സഹോദരന്മാർ. അവര് ഇടിവെട്ടിലും മഴയത്തൊന്നും വന്നതല്ല. നമ്മളെ പോലെ തന്നെ നമ്മുടെ അമ്മയും പെങ്ങളൊക്കെ ഭർത്താവും അനിയനും ചേട്ടനൊക്കെയാണ് ഇവര്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മ തെരഞ്ഞെടുക്കണത് കൊഞ്ഞാണന്മാരാ അവരിത്. മനസ്സിലുണ്ടാ? എത്ര കൊല്ലം ഈ കേസ് നടക്കണ? 83 കേസ്. 83 തൊട്ട്. ഓ, എങ്ങടെ ഇനി കേസ് പോണേ? 83, 93, 2003, 43 വർഷം കേസ്. എന്താണ് ഈ കേസിന്റെ അടിസ്ഥാനപരമായ കാരണം ഈ ഭൂമി നമ്മൾ വാങ്ങിച്ചു, അതിന് കരാർ എഴുതി, അതിന് മുഴുവൻ പണവും കൊടുത്തു, ഒരു ദിവസം ഫിക്സ് ചെയ്തു ഇതിന് ആധാരം നടത്താൻ. പക്ഷെ അന്ന് അദ്ദേഹം ചെന്നൈയിലാണ്. അത് കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അദ്ദേഹമായിട്ട് നമുക്ക് അന്ന് നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. അത് കാരണം കൊണ്ട് അദ്ദേഹത്തെ നമ്മൾ വിശ്വസിച്ചു. പിന്നീട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് അച്ഛൻ ഇത്രയും പ്രായമുണ്ട്. ഞാൻ ചോദിക്കാണ്, അച്ഛൻ സഭയും പുരോഹിതനും പൂജാരിയൊക്കെ വിശ്വസിക്കാനുള്ളതാണ്. പക്ഷെ നിയമപരമായി നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുമ്പോൾ ആധാരം നടത്തുന്ന ആള് വേണം, രജിസ്ട്രാർ വേണം. അപ്പൊ നിയമത്തിന്റെ ഭാഗത്ത് നമ്മളൊരു വിട്ടുവീഴ്ച ചെയ്തു പോയോ? തീർച്ചയായിട്ടും. അത് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഈ സാധനം, വിശ്വാസം എന്ന് പറഞ്ഞ സാധനം ഇവിടെ ചെലവാവോ വെച്ചോ? നമ്മള് വിശ്വാസമുള്ള അങ്ങനെ പ്രസംഗിക്കണം. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? എന്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയണു, നമ്മൾ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, ഇവരോട് കൊണ്ടുപോയിക്കളാൻ പറയാം. സത്യത്തില് എനിക്ക് ഈ സ്ഥലം പോണതിലോ അച്ഛൻ ഒന്നും വിചാരിക്കരുത്. കൈപ്പായച്ഛനും എന്നോട് വിഷമവും വിചാരിക്കരുത്. ഞാൻ പറയണത് ഈ സ്ഥലം ആരെങ്കിലും കൊണ്ടുപോകണമല്ല എന്റെ വിഷയം. എന്റെ വിഷയം, ഞാനൊന്ന് അതിലോട്ട് വന്നോട്ടെ. എന്റെ വിഷയം നിയമവാഴ്ചയുള്ള ഒരു നാട്ടിൽ, അച്ഛൻ തെറ്റോ ശരിയായിക്കോട്ടെ, ഇവിടെ വന്നിരിക്കുന്ന മറ്റു പാർട്ടിയുടെയും തെറ്റോ എവിടെ നിൽക്കട്ടെ, ഇരുട്ടിന്റെ മറവിൽ രാത്രി 12-നും 1 മണിക്കും വെളുപ്പിന് 3 മണിക്കടക്കും കോടതി ഉത്തരവും ഈ പോലീസുകാരൊക്കെ ഉണ്ടായിട്ടും, ഈ നിയമത്തിന് ഈ പോലീസുകാരൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഒരു മതില് രാത്രി പൊളിച്ച എന്റെ ചേതോവികാരം എന്താണെന്ന് അച്ഛന് പറയാൻ പറ്റുമോ? അത് CI തന്നെ അവരോട് ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടേതാണ്, നിങ്ങൾക്ക് അതിന്റെ ഏതെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് രാത്രി ഒന്ന് പൊളിച്ചു എന്ന് CI അവരോട് ചോദിച്ചു. അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞത്
പകല് പൊളിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് ക്രമസമാധാനം ഇവിടുത്തെ അച്ഛന്മാരില് മറ്റേ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഗുണ്ടകൾ വല്ലതും ഉണ്ടാ? ഞങ്ങളുടെ ആരും ഇല്ല. അല്ല, ഇന്നത്തെ പാർട്ടി പറയണ പോലെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കോടതിയുണ്ട്, പോലീസുണ്ട്, ജഡ്ജിയുണ്ട്, ഗുണ്ടകളും ഉണ്ടെന്ന് പറയണത് ഇന്നത്തെ ചില പാർട്ടികൾ. അപ്പൊ അച്ഛന് ഇവിടെ ഗുണ്ടകളൊന്നും ഇല്ലല്ലോ. നമുക്ക് ഗുണ്ടകളില്ല. ഇത് കണ്ടാൽ തന്നെ നമുക്കൊന്നും ചെയ്യാനും സാധിക്കത്തില്ലായിരുന്നു. നമ്മൾ കാരണം നമ്മള് അശക്തരാണ് ഈ മേഖലയിൽ. ഓക്കെ, ഇപ്പൊ എന്താണ് സ്ഥിതി? ഇപ്പൊ ഈ കാണുന്ന രാത്രി വന്ന് ഏകദേശം 100 മീറ്ററോളം ടിപ്പറും ബുൾഡോസറും ടോറസും ഒക്കെ വന്ന് പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഷെഡൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് ഈ കേസ് നടക്കുമ്പോൾ ഈ ജനറേറ്ററിൽ കൊണ്ടുവന്ന് CCTV ആണ് വെച്ചേക്കണം അല്ലേ? അതെ അതെ. ഞാൻ ട്രസ്പാസ് അല്ലല്ലോ അല്ലേ? ഇല്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ വന്ന് ഇതിൻ്റെ അകത്ത് ഇപ്പോഴും ജനറേറ്റർ വർക്ക് ചെയ്യണം. ഇങ്ങനെ കേസ് നടക്കുന്നിടത്ത് ട്രസ്പാസ് ഇതുണ്ട്, ജനറേറ്റർ വർക്ക് ചെയ്യണം. ഇത് 4-ാം തീയതി നടന്നിട്ട് ഇപ്പൊ ഇന്നിപ്പോ 23 ദിവസം 24 ദിവസമായി. ഇത് സെക്യൂരിറ്റി റൂമാണല്ലേ? നമ്മൾ താമസിക്കേണ്ട റൂമാണോ? ആണോ? അപ്പൊ അച്ഛൻ ഇനിയേ നിങ്ങൾ വക്കീലിനെ കണ്ടപ്പോ എന്ത് പറഞ്ഞു? വക്കീല് പറഞ്ഞത് നമുക്ക് ഈ നമ്മൾ കോടതിയിൽ നമ്മൾ പ്രത്യാശ വെക്കുന്നു, കോടതി നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തരും. കാരണം ഇവരുടെ കയ്യിൽ ഇന്നലെ ഒരു രേഖ പോലും ഇവർക്ക് പറഞ്ഞോട്ടെ അച്ഛൻ പറഞ്ഞു. ഒരു രേഖ പോലും ഇവർക്ക് സമർപ്പിക്കാനായിട്ട് കോടതിയിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ തൽക്കാലം ഒരു മൂടുപടമൊക്കെ ഇട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നല്ലാതെ ഇവർക്ക് നിലനിൽപ്പൊന്നുമില്ല. ഇല്ല. ഇതിപ്പോ കേസ് നടത്തി തോറ്റാൻ നമ്മൾ ഈ സ്ഥലം വിട്ടുകൊടുക്കാനും തയ്യാറാണല്ലോ. പിന്നെ തീർച്ചയായിട്ടും. അതായത് അച്ഛനായാലും മക്കളും മരുമക്കളൊന്നും ഇല്ലല്ലോ. കോടതി എന്ത് പറയും നമ്മളത് അനുസരിക്കും. അതിന് നമുക്ക് ഇതിപ്പോ കോടതി പറയാണ്. അപ്പൊ എനിക്ക് തോന്നിച്ചിട്ടെ ഇപ്പൊ ഈ കോടതിയുടെ മുൻസിഫിന്റെ ഒരു ഓർഡർ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ചെയ്തത്. തീർച്ചയായിട്ടും തെറ്റിദ്ധരിപ്പിച്ചു. കാരണം നമുക്ക് ഇവിടെ 97 നമുക്ക് സബ് കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ട്. അതായത് ഇത് നമ്മൾ വാങ്ങിച്ചത് മിസ്റ്റർ ഹനീഫ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹത്തിന്റെ ഇല്ലില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ഒരാളോ ഈ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പാടില്ല. അതുകൊണ്ട് മുഴുവൻ അവകാശത്തോടെ നമുക്ക് തന്നിരിക്കുന്നതാണ്. ഇവർക്ക് ഇപ്പൊ അവകാശപ്പെടാൻ ഇവരുടെ ആണെങ്കിൽ പിന്നെ ഈ മതിൽ പൊളിക്കേണ്ട ആവശ്യമില്ലല്ലോ. മതിൽ പൊളിക്കുന്ന രാത്രി ഇത് അവരുടെ സ്ഥലമാണെങ്കിൽ അവർക്ക് എടുത്തൂടെ. ആ മതിൽ നിലനിൽക്കലേ വേണ്ടത്. ഇനിയിപ്പോ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അവരുടെ ആണെങ്കിൽ ഇത് വേറെ മതിൽ കെട്ടണ്ടേ. അപ്പൊ അവരുടെ അല്ല എന്നുള്ളതും അവർക്ക് തന്നെ ഉറപ്പുള്ളതുകൊണ്ടാണ് ഈ രാത്രി മതിൽ പൊളിച്ചതെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാര്. സാമാന്യ ബുദ്ധിയുള്ളവരുണ്ട് ഇപ്പൊ കേരളത്തില്. നമുക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അല്ലെങ്കിൽ മറ്റേ വനിതാ മതില് തീർത്ത് വിളക്കുമ്മലാണ് ആ ഭഗവാൻ ഇന്നൊക്കെ ഇരിക്കണത് ആള് ചോദിച്ചിട്ട് ഇപ്പൊ അങ്ങേര് വ്രതം എടുത്ത് മറ്റേ 18-ാം പടി ചവിട്ടി കെട്ടൊക്കെ ആയിട്ട് ഇറങ്ങിയേക്കണം. അപ്പൊ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛോ ഈ സാമാന്യ നീതി സാമാന്യ മര്യാദ ഇവിടെ നടക്കുന്നുണ്ടോ? സാമാന്യ മര്യാദ എന്തായാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും. നടക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മളത് വിട്ടു പോകരുത്. അച്ഛന് ഇത്രയും സംഭവത്തിൽ നിന്ന് കേരളത്തിലെ നിയമവാഴ്ച നഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? നിയമവാഴ്ച നഷ്ടപ്പെട്ടു എന്നുള്ളത് ഞാനിപ്പോ അത്ര ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നീതിയും നമുക്ക് കിട്ടേണ്ട ഒരു ന്യായവുമുണ്ട്. അതെത്രത്തോളം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടില്ല, ഞാൻ പച്ചക്ക് പറയുന്ന ഈ പ്രോഗ്രാം അച്ഛനുമായിട്ട് ചെയ്യുമ്പോൾ എന്റെ കാഴ്ചപ്പാട് ഇതൊക്കെ തന്നെയുള്ളു. കേസ് നടത്തി അവർ ജയിക്കണമെങ്കിൽ കൊണ്ടേക്കോട്ടെ. അത് ഞങ്ങൾ ഈ ഇരുട്ടിന്റെ മറവിൽ രാത്രി 1 മണിക്ക് വന്ന് ഒരു 30ഓളം ഗുണ്ടകളും ടിപ്പറും ലോറിയും ബുൾഡോസറും പൊക്കിളിനും ഒക്കെ കൊണ്ടുവന്ന് രാത്രി 1 മണി തൊട്ട് 4 മണി വരെ വെളുപ്പിനെ ഇരുട്ടിന്റെ മറവിൽ ഇത് പൊളിച്ചതല്ലേ നമ്മുടെ ഏറ്റവും വലിയ വിഷയം. അത് തന്നെയാ നമുക്ക് അത് പൊളിച്ചതൊന്ന്. രണ്ടാമത് ഈ ഷെഡിൽ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടത് ഇത് CCTV അടക്കം കൊണ്ടുവന്ന് വെച്ച് ഇതൊക്കെ ഗ്രാജുവൽ ഡെവലപ്മെന്റ് ആണ്. ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോഴൊന്നും ഈ ഇതൊന്നുമില്ല. ഇത് ശരി അന്നത്തെ ദിവസമാണ് ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ചത്. 4-ാം തീയതി നമ്മൾ നേരം എടുത്ത് ഇവിടെ വരുമ്പോൾ ഈ ഷെഡുകളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴാണ് പോലീസിനെ അറിയിച്ചത്? നമ്മള് ഞങ്ങളുടെ അച്ഛന്മാര് ഇവിടെ കാക്കനാട് കുർബാന ചെല്ലാനായിട്ട് 6:15-6:30 കുർബാനയ്ക്ക് പോകുമ്പോഴാണ് ഇത് കാണുന്നത്. നേരിട്ട് ഞങ്ങൾ കളമശ്ശേരി, ഞാനല്ല അച്ഛൻ നേരിട്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അപ്പോ അവിടെ CI യൂണിഫോമിലല്ലായിരുന്നു, സിവിൽ ഡ്രസ്സിൽ ഉണ്ടായിരുന്നു. അച്ഛന് മനസ്സിലായില്ല. അപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ എന്ന് CI പറഞ്ഞു. വളരെ നല്ല രീതിയിൽ.
അപ്പൊ അച്ഛൻ പറഞ്ഞു ഞാൻ കുർബാന. അപ്പൊ സാറ് പറഞ്ഞു അച്ഛൻ ആദ്യം പോയിട്ട് കുർബാനയൊക്കെ ചെല്ലും, കാരണം ആൾക്കാർ വെയിറ്റ് ചെയ്യല്. അച്ഛൻ പോയി കുർബാന ചെല്ലിട്ട് തിരിച്ചു വന്നിട്ട് ഇത് കൊടുക്കാൻ പറഞ്ഞു. തിരിച്ചു വരുന്ന വഴിക്ക് അച്ഛൻ അവിടെ കയറി എല്ലാം. അപ്പോ ഏതച്ഛനാ പരാതി കൊടുത്ത? സുപ്പീരിയച്ഛൻ പാറക്കാട്ടിലച്ഛൻ. പാറക്കാട്ടിലല്ല, പാറക്ക ജോർജ് പാറക്ക. എന്നിട്ട് അത് അവര് സ്വീകരിച്ചു. CI ആ ഇതിൽ ഏറ്റവും നല്ല രീതിയിലാണ് അച്ഛനോട് പെരുമാറിയത്. പിന്നെ അന്ന് തന്നെ അങ്ങോട്ടേക്ക് വിളിച്ചു, ഞങ്ങൾ അങ്ങോട്ട് പോയി FIR എഴുതി. FIR അന്ന് തന്നെ ഇട്ടു, പെട്ടെന്ന് തന്നെ FIR ഒക്കെ ഇത് ചെയ്തു, തരികയും ചെയ്തു. അപ്പൊ 4-ാം തീയതി കഴിഞ്ഞ് ഇന്ന് 27-ാം തീയതി ആയിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നടപടി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇപ്പൊ CIക്കോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി നടക്കാം, സേവ്യറെ നടക്കാം. അപ്പൊ സഹോദരന്മാരെ, കേസിന്റെ എന്ത് വിധി വന്നാലും നമ്മളത് വിട്ടുകൊടുക്കാനൊക്കെ തീർച്ചയായിട്ടും. ഈ വയസ്സാം കാലത്ത് നമുക്ക് ഈ ഗുണ്ടായിസം അച്ഛനെ വേദനിപ്പിച്ചു. ഗുണ്ടായിസം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം വെളുത്ത് വരുമ്പോൾ നമ്മൾ 45 വർഷങ്ങളായിട്ട് കണ്ടുകണ്ട ഒരു മതില് ഇല്ല എന്ന് പറയുക, അതിന്റെ അവശിഷ്ടങ്ങൾ പോലും എടുത്തുകൊണ്ട് പോകുക. പിന്നെ കൂട്ടത്തില് ഈ 4 ഈ എന്താണ് പറയുന്നത് റെഡിമെയ്ഡ് ഷെൽട്ടറുകൾ ഇവിടെ കൊണ്ടുവയ്ക്കുക, അതിലെല്ലാ സൗകര്യങ്ങളും ഗ്രാജുവലി ഉണ്ടാക്കി വയ്ക്കുക. അതൊക്കെ നമ്മൾക്ക് കാണുമ്പോഴുണ്ടാകുന്ന ഒരു മാനസികമായ പ്രയാസം തീർച്ചയായിട്ടും നമുക്കുണ്ട്. അത് ഞങ്ങളെ സഹായിക്കേണ്ടതായിട്ടുള്ള പോലീസുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട്. അതിപ്പോ എല്ലാവരും നമ്മളോട് പറയുമ്പോൾ അങ്ങനെയാണ് അച്ഛനെയാണ്. ഇവിടെ പലപ്പോഴും തന്നെ അവരെന്തെങ്കിലും പൊളിച്ചിട്ടേക്കണല്ലേ ഇത്. എന്നിട്ട് അവര് വന്ന് പറക്കെ കൂട്ടി വഴിയിൽ നിന്നും അങ്ങോട്ട് മാറ്റി കിട്ടും. കാരണം ഇവിടെ ഒന്നും കാണരുത്. കാരണം ഇപ്പൊ ഇവരുടെ സ്ഥലമാണ് ഇതെങ്കിൽ ഇവർക്ക് അങ്ങനെ എടുത്താൽ മതിയല്ല, ഈ മതില് പൊളിക്കേണ്ട കാര്യം. അതാണ് ചോദിക്കുന്നത്. മതില് പൊളിച്ചത് പക്കാ ഗുണ്ടായിസം അല്ലേ എന്നുള്ളതാണ്. അത് അവരുടേതല്ല എന്നുള്ളതിന് തെളിവാണെന്നേ. ഇപ്പൊ എന്റെ പറമ്പില് വന്ന് കുറച്ച് കരിക്ക് ഞാൻ തന്നെ വെട്ടി നശിപ്പിക്കുമോ? അതെ, തെങ്ങുകൾ വെട്ടി നശിപ്പിക്കുമോ എന്ന് വെച്ചാൽ അവന്റെ അല്ല. അവന്റെ ആരാന്റെ പുരയ്ക്ക് തീ പിടിച്ചാൽ കാണുന്നവനോ അല്ലെങ്കിൽ ആ സമയത്ത് വേറെ വഴി എടുക്കാൻ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഇത് അവരുടെ ഈ നിയമവാഴ്ച കുറച്ച് താമസിച്ചും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പൊ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെയും വീടിന്റെ ഒക്കെ നികുതി ഇവർക്ക് അടക്കണതല്ലെന്നല്ലേ 30 പേര് വിചാരിച്ച കാര്യങ്ങൾ ഇവിടെ നടക്കൂല. ഹൈക്കോടതിയിൽ 40 ഓവർനൈറ്റ്, അതായത് ഹൈക്കോടതിയിൽ 40-50 കൊല്ലം, ഹൈക്കോടതിയിൽ 40-50 കൊല്ലം കെട്ടിക്കിടക്കുന്ന കേസുകൾ ഇവരെ ഏൽപ്പിച്ചാൽ പോരെ. നരേന്ദ്രമോദി ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഇവരെ നമ്മൾ പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ടാകണം. അപ്പൊ നമ്മുടെ ഭൂമിയൊന്നും കയ്യേറില്ല. ഇവരുടെ ബുൾഡോസർ കൊടുത്താൽ തോക്കൊന്നും വേണ്ട ഇവർക്ക്. ഇവര് മാന്തി എടുത്തോളൂ, ലാഹോർ വരെ മാന്തി എടുക്കും. സേവ്യറിന് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? ഇങ്ങനെ അതായത് ഞാനിതിപ്പോ കണ്ടപ്പോണ്ടല്ലോ, ഇതിപ്പോ എന്താവട്ടെ അവര് ഇങ്ങനെ ചെയ്തു. അവര് ചെയ്തത് ഇത് അവരുടെ നിയമാനുസൃതമായിരുന്നെങ്കിൽ ഇവരെന്തിനാ ഈ രാത്രി 1 മണിക്ക് വരണത്? രാത്രി 1 മണിക്കൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞ കേട്ടുള്ളത് 1 മണിക്ക് 3 മണിക്ക് ഇടയ്ക്ക് ഉള്ള സമയം പട്ടികൾ പോലും ഉറങ്ങുന്ന സമയം പറഞ്ഞേ. 1 മണിക്ക് 3 മണിക്ക് ഗുണ്ടകൾ ഉറങ്ങൂല. അപ്പൊ ആ സമയത്ത് കള്ളന്മാര് മാത്രമേ ഇറങ്ങുള്ളൂ, ഗുണ്ടകൾ 1 മണിക്ക് ഗുണ്ടകളും. അപ്പൊ ഇവര് ഈ 1 മണിക്ക് ഇറങ്ങിയത് അതിന്റെ അർത്ഥം എന്താ? ഇവർക്ക് നിയമാനുസൃതമാണെങ്കിൽ ഇവർക്ക് പകൽ വന്നത് ചെയ്യാൻ മേലായിരുന്നു. ഭരണകൂടത്തിന്റെ ഒത്താശ ഇല്ലാണ്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റും? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റും? ഇത്രയും ഒരു കഷ്ണമൊക്കെ പൊളിക്കാം, 100 മീറ്ററോളം ഇതുണ്ടോ, ഇതൊക്കെ പൊളിച്ചേക്കണ കളയാന്നുള്ളത്. ബയല് പൊളിച്ചു കളയാ, അവിടെ 2 കുറച്ച് വീടുകള്, പ്രീഫാബ് ഹൗസുകൾ പോലത്തെ സംഭവം വെക്കുക. ഇതൊക്കെ ദൈവവചനം എഴുതി വെച്ചിരുന്ന മതിലാണ്, ദൈവവചനം. അപ്പൊ അതൊക്കെ എങ്ങനെ തട്ടി തെറിപ്പിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര വിശ്വാസത്തെ, നമ്മളുടെ വിശ്വാസത്തെ കൂടി നമ്മൾ അവര് ചോദ്യം ചെയ്യുന്നുള്ളതാണ്. ഇത് ചെയ്ത ആരായാലും, അതിലിപ്പോ മതം ഉണ്ടെന്നുള്ളതല്ല. ഇതിപ്പോ തട്ടിപ്പൊളിക്കുക എന്ന് വെച്ചാൽ നമുക്ക് തന്നെ നമ്മൾ മതിലിട്ടുന്നത് എന്തിനാ? നമ്മളുടെ ജീവിത സുരക്ഷിതത്തിനാണ്. നമുക്ക് തന്നെ സുരക്ഷിതത്തില്ല. ഒരു വീടുകാരനും ഈ ലെവലില് എന്ത് സുരക്ഷിതത്വമുള്ളൂ? എന്താവാം? ഇപ്പൊ ഇതിപ്പോ 4 മണിക്കൂർ എടുത്തു. നമ്മുടെ ഒരു വീടിന്റെ 10 മീറ്റർ നീളമുള്ള മതിലാണെങ്കിൽ അവർക്ക് 15 മിനിറ്റ് കൊണ്ട് ഇതൊക്കെ കഴിച്ചു പോകുന്നേ. ഇത് കേരളത്തിൽ ഒരു തുടക്കമാണ്. ഇത് നാളെ മറ്റുള്ളവന്റെ വീട്ടിലും വരാം, മറ്റുള്ളവരുടെ വീട്ടിലും വരാം. അവനവന്റെ നമുക്ക് ഭ്രാന്ത് വരുമ്പോഴേ വിഷമം മനസ്സിലാവുള്ളൂ. അതെ, ഇതിപ്പോ ഞങ്ങൾക്ക് ബാധിച്ചപ്പോൾ നമ്മൾ അത്ര പേർക്ക് ഇത് വേദനയായിട്ട് തോന്നുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരുപാട് ആൾക്കാർ നമ്മളെ വന്ന് സഹായിക്കും. അങ്ങനെ ഞാൻ ഫുൾ സപ്പോർട്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇല്ലെന്ന് നമുക്ക് നിരാകരിക്കാനൊന്നും സാധിക്കത്തില്ല. ഇതുപോലെ ദൈവവചനങ്ങൾ എഴുതി വെച്ചിരുന്ന മതിലാണ്.
ഇതിൽ കയ്യേറ്റത്തിന്റെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ വില കൊടുത്ത് ഈ സ്ഥലം വാങ്ങിയപ്പോൾ ഇതിന്റെ ഓണറും കുടുംബക്കാരുമായിട്ടുള്ള ഒരു പ്രശ്നത്തിലാണ് നമ്മൾ പെട്ടുപോയത്. അല്ലാണ്ട് സാധാരണ പള്ളിക്കാരുടെ ഒരു പ്രശ്നം നമ്മൾ ജനങ്ങൾ കേട്ടേക്കണത് ഇടുക്കിയിലൊക്കെ ചെല്ലുമ്പോ നമ്മളെ ഈ പുറമ്പോക്ക് ഭൂമി കയ്യേറി എന്നൊക്കെയാണ് നോർമലി. അത് ശരിയോ തെറ്റോ പിന്നത്തെ കാര്യം അല്ലേ. സഭ സ്കൂൾ പണിയുമ്പോൾ പള്ളി പണിയുമ്പോഴും ചിലപ്പോൾ പുറമ്പോക്ക് ഭൂമി അല്ലെങ്കിൽ ഒരു പാറമടയുടെ കഷ്ണമൊക്കെ എടുത്തിട്ടുണ്ടാവും. കാരണം അതൊരു ഇവിടുത്തെ നിയമം കൂടിയാണല്ലോ പുറമ്പോക്ക് പതിച്ചെടുക്കുക. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് നിങ്ങൾ കാശ് നമ്മൾ കൃത്യമായിട്ടും അദ്ദേഹത്തിന് കൊടുക്കേണ്ട പണം അദ്ദേഹം പറഞ്ഞ പണം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ബാങ്കിലൂടെയാണ് നമ്മൾ കൊടുത്തത്, അല്ലാണ്ട് കള്ളപ്പണമൊന്നുമല്ല. ബാങ്കിലൂടെ പണം കൊടുത്ത് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം എഴുതി തന്നിട്ടുണ്ട് പണമെല്ലാം ലഭിച്ചെന്നും കൈവശം നിങ്ങൾക്ക് തരുന്നെന്നും പറഞ്ഞുകൊണ്ട്. നല്ല കറക്റ്റ് സ്ഥലത്ത് അറിയാണ്ട് നിന്നേക്കണ്. പരിശുദ്ധൻ പരിശുദ്ധൻ നിങ്ങളുടെ കർത്താവൻ പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം അറിഞ്ഞിരിക്കുന്നു. ഈ ഭൂമി മുഴുവൻ അറിഞ്ഞിരിക്കുന്നു. അച്ഛനേതായാലും എന്തുകൊണ്ടും വലതുഭാഗത്ത് ഞാനുണ്ട്, കുലുങ്ങണ്ട. ഈ വചനമൊക്കെ ഒന്ന് മനുഷ്യർ ഉൾക്കൊള്ളാൻ വേണ്ടിയും കൂടി എഴുതി. ഇത് ക്രിസ്ത്യാനി ഹിന്ദുവിന് വേണ്ടിയിട്ടുള്ളതല്ല ഈ എഴുത്താണോ? ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയുള്ള എഴുത്തല്ല, ഇത് ജനങ്ങൾക്ക് വേണ്ടി, മനുഷ്യകുലത്തിന്റെ നന്മക്ക് വേണ്ടി എഴുതി വെച്ചേക്കണം. ദൈവപുത്രൻ ലോകത്തോട് പറഞ്ഞ വചനമാണിത്. ഒരു ഹിന്ദുവിനോടോ മുസ്ലിമിനോടോ ഇവരുടെയൊക്കെ പുസ്തകം എടുത്താൽ പടച്ചോനിലും ഖുറാനിലും ഭഗവത്ഗീതയിലും ഇതൊക്കെ തന്നെയാണ് എഴുതിയേക്കണത്. ഇവിടെ മത്തായി ആണെങ്കിൽ മറ്റിടത്ത് ശ്രീരാമനായിരിക്കും, അല്ലെങ്കിൽ നബി ആയിരിക്കും, അങ്ങനെ ആയിരിക്കും. ഏതായാലും മതത്തിന്റെ പേരിൽ കേരളം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം പീറ്റർ സേവരെ നമ്മൾ എന്തോരം കേസൊക്കെ കോടതിയില്ലാണ്ട് തന്നെ 25-30 കൊല്ലമായ കേസുകളുണ്ട്. നമുക്ക് ഇവന്മാരെ ഏൽപ്പിച്ചാൽ എങ്ങനെയല്ല? ഇങ്ങനത്തെ ടീമുകൾ ഇനി വേറെ പുതിയത് വരും. ഇനി ഇവരൊരു സ്ഥാപനം തുടങ്ങും. അപ്പൊ നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ പിരിച്ചുവിട്ടിട്ട് ബീവറേജസ് ആക്കാം. അതിന്റെ ആവശ്യമില്ലാണ്ട് വരും. അത് ബീവറേജസ് ആക്കാം, ലോട്ടറി. അങ്ങനത്തെ സംവിധാനങ്ങൾ വരും. അല്ല, പോലീസുകാർ മിക്കവാറും ചെല്ലുമ്പോ പറയും ഇത് സിവിൽ ഡിസ്പ്യൂട്ടാണ്, മറ്റേ ഡിസ്പ്യൂട്ടാണ്. ജോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ മറ്റേ കർത്താവിന്റെ വടിയും ഒറ്റിക്കൊടുത്ത നാണയത്തൊട്ടും അയ്യപ്പന്റെ പുലിയുടെ നഖം എന്നൊക്കെ പറഞ്ഞ് വിറ്റവനെ പിടിച്ചകത്തിട്ട്. നമ്മളൊരു വിസ തട്ടിപ്പിലോ കുറിക്കമ്പനിയുടെ തട്ടിപ്പിലോ ചെന്നാ പറയും ഇത് പൈസയുടെ സംഭവമാണ്, നിങ്ങൾ സിവിലിൽ പോകാൻ പറയും. അപ്പൊ രണ്ട് നീതിയും രണ്ട് നിയമമാണ് ഇവിടെ നടക്കണം. ഇത് മണിപ്പൂർ ആവാഞ്ഞിട്ട് UP ആവാഞ്ഞിട്ടാണ് ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ അനങ്ങാണ്ടിരിക്കണത്. ഇവിടെ ശരിക്കും ഇവിടെ നടക്കുന്നത് മണിപ്പൂരും അതൊന്നും ഒന്നുമല്ല. പക്ഷേ ഇതിന്റെ ഇത്തരത്തിലുള്ള പലതും പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷെ പലരും എന്നറിയാ പറയാൻ വാക്കുകൾ. അല്ല, സേവ്യർ ഇപ്പൊ കുറെ കൊല്ലങ്ങൾ ദുബായിൽ നിന്നിട്ട് വന്നാണ്. അച്ഛനിപ്പോ എത്ര വയസ്സയച്ചോ? 75. അച്ഛൻ ഇപ്പോഴത്തെ കേരളത്തിന്റെ ഒരു പോക്കും നിയമവ്യവസ്ഥയും പിള്ളേരുടെ കഞ്ചാവടിയും റോട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളും കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളും, അമ്മയെ മകൻ ബലാത്സംഗം ചെയ്യുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു, അച്ഛൻ ഭയപ്പെടുന്നുണ്ടോ, വിഷമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നമ്മുടെ അതിനിപ്പോ ഞാൻ കൂടുതലായിട്ട് ഗവൺമെന്റിന്റെ ഒന്നും പറയുന്നില്ല. നമ്മുടെ കുടുംബ അന്തരീക്ഷം മാറിപ്പോയി, സംസ്കാരം മാറിപ്പോയി. മനസ്സിലായോ? എന്തുമാകാം എന്നുള്ള ഒരു ന്യൂ ഏജ്, ഒരു പുതുതലമുറയുടെ മനോഭാവം തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇവിടെ അതിന് നമ്മുടെ കുടുംബങ്ങൾക്കും ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ ഗവൺമെന്റിനെ മാത്രം വേറൊരു കാര്യമുണ്ട്. ഇന്നത്തെ കുടുംബങ്ങളെ ഒരു പരിധി വരെ അപ്പനും അമ്മയ്ക്കും അല്ലെങ്കിൽ ജ്യേഷ്ഠനും ചേച്ചിക്കൊക്കെ ഒരു പരിധി വരെ ഈ യങ് ജനറേഷന് മുകളിൽ കൺട്രോളുള്ളൂ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മയക്കുമരുന്ന് പോലുള്ള സാധനങ്ങള് വളരെ സുലഭമായിട്ട് കേരളത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും അവൈലബിൾ ആണ്. അപ്പൊ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് ഇവിടത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കളാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നമ്മള് ഭരണകർത്താക്കൾ അറിയാണ്ട് ഇത്ര അധികം കഞ്ചാവും മയക്കുമരുന്നും വരും അച്ചോ? എന്താണ് പറയുന്നത്? നമ്മളൊക്കെ കണ്ടിട്ട് നമ്മളുള്ളപ്പോൾ ഒരു കഞ്ചാവൊക്കെ ഉണ്ടല്ലേ? ഇത് വന്നാൽ തന്നെ നിയന്ത്രിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഈ കഞ്ചാവും ഇതൊക്കെ ഉണ്ട്. വാറ്റിയാരായം അന്ന് കൊട്ടുപൊടിയൊക്കെ ആണെങ്കിൽ, ഇന്നിത് MDMൽ വരുമ്പോ ഈ കഞ്ചാവൊക്കെ പിടിക്കണ 500 കിലോ ഒക്കെയാണ്. എന്താ അത് പക്ഷെ സാറിനായിരിക്കും അതിനെ കുറിച്ച്. അതെ, വലിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ഇത് പിടിക്കപ്പെടും. ആ ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് എന്തായി വന്ന് കണ്ടിട്ട് എന്ത് ബോധ്യപ്പെട്ടോ? വന്ന് കണ്ടിട്ട് എന്ത്? ഇവരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് എല്ലാവിധ എനിക്കറിയാം ചില കുടുംബങ്ങളുടെ താങ്ക് യു വെരി മച്ച്. വേറെ കിട്ടിയിട്ട് ഈ ഇരുട്ടിന്റെ മറവിൽ നിന്നാണ് എന്ത് കോടതി മുൻസിഫ് ഉത്തരവുണ്ടെങ്കിലും ഈ ബിറ്റ്വീൻ 12 o'clock and 4 o'clock ഒരു മിഡ് നൈറ്റ് ഓപ്പറേഷനെ കുറിച്ച് എന്താണ് ഒരു വക്കീൽ എന്നുള്ള രീതി പറയാനുള്ള സഭയുടെ ഇത് വിട്ടുകളാ? അപ്പൊ ക്രിമിനൽസ് വർദ്ധിച്ചു വരുന്നു കേരളത്തിൽ അല്ലേ? നിയമവാഴ്ച കുറച്ചൊക്കെ കയ്യിൽ നിന്ന് പോയതായിട്ട് തോന്നുന്നുണ്ടോ വക്കീലെ?
കുറച്ചെങ്കിലും നമ്മൾ യു പിയിലും മണിപ്പൂരും മാത്രം നോക്കി കുറച്ചാൽ മതിയോ? കേസെടുത്തെങ്കിലും ഈ പറയുന്ന റെസ്പോൺസിൽ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതെല്ലാം തൊണ്ടി മുതലുകളാണ്. തൊണ്ടി മുതലുകൾ മകസറേതി മാറ്റുമ്പോഴാണ് കുറച്ചെങ്കിലും അവർക്ക് നിയമപരമായി നീതി കിട്ടിയെന്ന് പറയുന്നത്. അതെ, ഇപ്പോഴും ജനറേറ്ററിൽ കൊണ്ടുവന്ന് പെട്രോൾ ഒഴിക്കണതിനെ കുറിച്ച് എന്താ പറയണത്? അത് അവർക്ക് കിട്ടിയ ഇൻജൻഷൻ ഉത്തരവിന്റെ ബലത്തിൽ അവിടെ പൊസിഷൻ ഉണ്ടെന്ന് കാണിക്കാനായിരിക്കും. അതെ, ഈ അച്ഛന്മാരോടുള്ള ഒരു വെല്ലുവിളി. കേട്ടറി കുറെ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്താണ്. സഭ നോക്കണ്ട, നിയമത്തിനും നീതിക്കും വേണ്ടി ഒന്ന് നിലകൊള്ളു കേട്ടോ. അച്ചോ ഈശോ വിഷയക്കും വിചാരിക്കട്ടെ. ഓക്കെ, റൈറ്റ്. ഏതായാലും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയുകയാണ്, വല്ലാത്ത പോക്കാണ് പോയിക്കൊണ്ടിരിക്കണ. തീക്കൊള്ളി കണ്ടാണ് തലചൊറിയണത്, തീക്കൊള്ളി കൊണ്ട്. നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ ഇത് കണ്ടു വളരുകയാണ്. ഇവിടുത്തെ പോലീസും കോടതിയും ഇത്രയോ ഉള്ളൂ. അച്ഛന് മനസ്സിലുണ്ടോ? ഇവിടുത്തെ പോലീസും കോടതി ഇത്രയേ ഉള്ളൂ എന്നൊരു മെസ്സേജ് പോണത് തെറ്റാണ്. അല്ലേ? നമ്മുടെ വീട്ടിലെ കാരണവര്, എന്റെ അപ്പൻ അല്ലെ അച്ഛന്റെ അപ്പൻ അല്ലെ സേവിയറിന്റെ പിതാവ് വീട്ടിൽ വന്നു കയറുമ്പോൾ ആ മനുഷ്യന് ഇത്രയേ ഉള്ളു എന്നൊരു വില വരുത്തിയ പിന്നെ അയാൾ പട്ടിക തുല്യമാണ്. അപ്പൊ നമ്മുടെ ഭരണാധികാരികളോട് എനിക്ക് പറയാനുള്ളത്, ഇതിന് കൃത്യമായ നിയമങ്ങൾ. ഒരിക്കലും പാർട്ടി നോക്കണ്ട, മതം നോക്കണ്ട, ക്രിസ്ത്യാനി ഹിന്ദു ഒന്നും നോക്കണ്ട. നടക്കാൻ നമുക്ക് ഹിന്ദു ക്രിസ്ത്യാനി ഒന്നും നോക്കണ്ട. എന്റെ ഒറ്റ ഇതാണ്, ഈ ചേട്ടൻ ഇവിടെ നിയമം കൊണ്ടുനടക്കേണ്ടവർ മര്യാദക്ക് കൊണ്ടുപോയില്ലെങ്കിൽ, സത്യം പറയണം, ഇപ്പൊ എനിക്ക് തോന്നുന്നത് താനിരിക്കേണ്ടടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ നായ കയറിയിരിക്കുന്നു പറഞ്ഞൊരു അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വല്ലാത്ത ഗതികേടാണ്. ചേട്ടൻ ഒത്തിരി നാളായിട്ട് കൂടെ ഉള്ള ആളാണ്. ചോദിച്ച ചേട്ടൻ പറയും കുറച്ച്. എന്താ ചേട്ടന്റെ പേര്? മാണി സാർ ഇവിടെ ജനിച്ചു വളർന്നാണ്? 40 അല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു ജേർണലിസ്റ്റാണ്, സോഷ്യൽ വർക്കറാണ്, 2020 ഒരു പ്രവർത്തകനാണ്. കിഴക്കമ്പലം. ഏതായാലും എനിക്ക് ഇവിടെ അവസാനിപ്പിക്കണ ഇങ്ങനെയാണ്, നീതിമാന്മാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണം, സത്യവും ധർമ്മവുമായിട്ട് പോകുന്നവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റണം. നമ്മുടെ ക്രിസ്തീയ സഭകൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, അതൊന്നും മറക്കരുത്. വിദ്യാഭ്യാസമായാലും ആരോഗ്യ മേഖലയിലൊക്കെ ആയാലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തിരുത്തി പോകാനാണ് നമ്മളെ പഠിപ്പിച്ചേക്കണത്. പക്ഷെ ഇരുട്ടിന്റെ മറവിൽ ഇത് പൊളിച്ചേക്കണത് കൃത്യമായിട്ടും ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സ്വമേധയായ ഒരു കേസ് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കണം. ഇവരുടെ സ്ഥലത്തിന്റെ കേസല്ല. കേരളത്തിലെ പോലീസും പാർട്ടിയൊക്കെ ഇത്രയും നിർവീര്യമായിക്കൊണ്ട് ഇരുട്ടിന്റെ മറവിൽ 30ഓളം ഗുണ്ടകൾ ആധുനിക മിഷനറിയും ടോറസും ടിപ്പറും മറ്റേ പൊക്ലിനും ഒക്കെ കൊണ്ടുവന്ന് ഇത്രയും വലിയ മതിൽ പൊളിച്ച് നിയമം കയ്യിലെടുത്തിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒക്കെ ഇവിടെ ഒന്ന് സന്ദർശിക്കണം. ഇതൊരു തുടക്കമാണ്, ഇത് ഗുണ്ടകളുടെ തുടക്കമാണ്, ഇത് നിയമം കയ്യിലെടുക്കുന്ന ഇതാണ്. അതുകൊണ്ട് എത്രയും ബഹുമാനപ്പെട്ട കോടതിയോട് പറയാനുള്ളത്, സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളുന്ന രാഷ്ട്രീയവും ഉദ്യോഗസ്ഥരൊക്കെ കാശിനു വേണ്ടി പോകുമ്പോൾ സാധാരണക്കാരന്റെ നീതിമാന്റെ അവസാനത്തെ അത്താണിയാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും. അതുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്വമേധയാ ഈ ഒരു കേസെടുക്കുകയും കഴിയുമെങ്കിൽ ഈ സഭയുടെ ആസ്ഥാനത്ത് വന്ന് ഇതൊന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ്, നീതിമാന്മാർക്കും ഇവിടെ ജീവിക്കണം. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ ഗുണ്ടകളെ ഏൽപ്പിച്ചാൽ മതിയല്ലോ, എല്ലാം അവരെല്ലാം തീർത്തു തരും. ഞാൻ 25-30 വർഷം കേസ് നടത്തുന്നുണ്ട്, എനിക്ക് മടുത്തു തുടങ്ങി. ഞാൻ ഈ ഗുണ്ടകളെ ഏൽപ്പിച്ചാൽ മതിയോ? പറയൂ കോടതി. എന്റെ നിരവധി കേസുകൾ 25 വർഷമായതൊക്കെ ഉണ്ട്. ബെന്നി ജോസഫ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയും ബെന്നി ജോസഫ് വേഴ്സസ് ഇവിടുത്തെ പല തട്ടിപ്പുകാരുമായിട്ട് 25 വർഷം. എനിക്കിത് മടുത്ത്. ഞാൻ ഇവരുടെ അഡ്രസ് മേടിച്ചിട്ട് ഇപ്പൊ FIR ഇട്ടുകൊണ്ട് കിട്ടും. ഞാൻ അവർക്ക് നികുതി അടച്ച് അവർക്ക് പൈസ കൊടുത്ത് നടത്തിയാൽ മതിയോ? അതുകൊണ്ട് കോടതി ഇതിനൊക്കെ ഉത്തരം പറയണം. ഇവിടുത്തെ ഭരിക്കുന്ന നേതാക്കന്മാർ, നിങ്ങൾ തീക്കൊള്ളി കൊണ്ടാണ് കളിക്കണത്. നാളെ നമ്മുടെ മക്കളൊക്കെ നിയമം കയ്യിലെടുത്ത റോട്ടിൽ കിടന്ന് പച്ചാസിൽ തെരുവ് പട്ടി ഓടണ പോലെ എല്ലാവരും ഓടും. അതിന് അവസരം കൊടുക്കരുത്. 3 പേരക്കുട്ടികളുള്ള ഒരു തന്ത പറയണായിട്ട് കൂട്ടിയാൽ മതി. അച്ഛനോട് ഞാൻ പറഞ്ഞു ക്ഷമിക്കാം, നമുക്ക് എന്താ ചെയ്യാൻ പറ്റണ. പക്ഷെ വളരെ നീതികേടായിപ്പോയി. മലയാളി ജനങ്ങൾക്ക് വേണ്ടി, കേരളത്തിന്റെ സമൂഹത്തിന്, നീതിമാന്മാർക്ക് വേണ്ടി അച്ഛനോട് മാപ്പ് ചോദിക്കണം. അത്രേ എനിക്ക് പറ്റുള്ളൂ. നമുക്ക് നോക്കാം. ബെന്നിയുടെ പ്രത്യേക ഇവിടെ വന്നതിനും ഈ സ്ഥലമൊക്കെ പോയി കാണാനും ഒക്കെ നല്ല മനസ്സ് കാണിച്ചതിനും പ്രത്യേകമായിട്ട് നന്ദി. ഇതോടെ കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു പക്ഷെ ബെന്നി അറിഞ്ഞിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പറഞ്ഞോ. അതായത് നമുക്ക് ഞങ്ങളുടെ 10 സിസ്റ്റർമാര് താമസിക്കുന്നത് ആ വഴിയുടെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കണം. അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിപ്പോഴും തുറന്നു കൊടുത്തിട്ടില്ല പോലീസ്. ഇല്ല.
പിന്നെ രണ്ട് വഴിയാണ് അവർക്കുള്ളത്. അത് രണ്ടും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അവർ അവർ കുടിക്കാനും കുളിക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന വെള്ളത്തിന്റെ പൈപ്പ് അന്ന് സാധനങ്ങൾ കൊണ്ട് തട്ടിയപ്പോ അത് പൊളിഞ്ഞു പോയി. ഇപ്പോഴും പോലീസും സർക്കാരും റീസ്റ്റോർ ചെയ്തിട്ടില്ല. ഈ മിനിഞ്ഞാന്ന് വന്നിട്ടാണ് പൈപ്പ് കൊണ്ടുവന്ന് 20 ദിവസം കഴിഞ്ഞപ്പോ അത് അവർക്ക് അവിടെ ഉള്ള സിസ്റ്റർമാരില് 10 സിസ്റ്റർമാരിൽ 5 പേരും സീനിയർ സിറ്റിസൺസ്. അതിൽ ഹാർട്ട് പേഷ്യന്റ് ഉണ്ട്, വാതരോഗികളായിട്ടുള്ളവരുണ്ട്, വലിവിന്റെ അസുഖമുള്ളവരുണ്ട്. എന്നും ഹോസ്പിറ്റലിൽ ലിസിയിലും എടപ്പള്ളി ആസ്പത്രിയിലുമായി ചികിത്സയിൽ കഴിയുന്ന സിസ്റ്റർമാരോട് ഈ സർക്കാരോട് ഉദ്യോഗസ്ഥരോട് എന്താ പറയാനുള്ളത്? മനുഷ്യത്വപരമായ ഒരു നടപടി വേണ്ട ഇവിടെ? തീർച്ചയായിട്ടും വേണം. നമ്മൾ എത്രമാത്രം സമാധാനം കാംക്ഷിക്കുന്നു അതനുസരിച്ച് നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ അത് നമ്മുടെ ബലഹീനതയായിട്ടാണ് മറ്റുള്ളവർ കാണുകയും അന്ന് ഞങ്ങളുടെ ബലഹീനത ഞങ്ങളുടെ സഹനത്തിന്റെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വിശാല മനസ്ഥിതിയുടെ ഒരു മനോഭാവമാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഇവിടെ ആർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. ഏതായാലും അച്ചോ, നമുക്ക് നിങ്ങൾ നിയമത്തിന്റെ വഴിക്കാണല്ലോ നീങ്ങുന്നത്. ഞങ്ങൾ നിയമത്തിന്റെ വഴിക്കാണ്, നീതിയുടെയും വഴിക്കാണ്. നമുക്ക് ഇതിന്റെ അകത്ത് മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ ഒന്നുമില്ലല്ലോ. ഇത് മതപരമാക്കി മാറ്റാൻ ചിലർ ശ്രമിക്കും, കക്ഷി രാഷ്ട്രീയപരമായി മാറ്റി അതിലൊന്നും പോയി അച്ഛൻ പെടരുത്. നമുക്ക് സത്യത്തിന്റെയും നീതിയുടെയും പാതയിൽ കൂടെ പോയിട്ട് ഇവിടെ ഒരു നിയമവ്യവസ്ഥിതി ഉണ്ടാവണം, ഇവിടുത്തെ നിയമവാഴ്ച ഉണ്ടാവണം. അതിനുവേണ്ടി ഞാനും സഹകരിക്കാച്ചോ. പക്ഷെ ഞങ്ങൾ കോടതിയെ വിശ്വസിക്കുന്നു. കോടതി ന്യായമായ എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ എത്രയും വേഗം പലപ്പോഴും വൈകി കിട്ടുന്ന നീതി നിഷേധമാണ്. ഇത് നീട്ടി ഡിലേ മീൻസ് ജസ്റ്റിസ് ഡിനൈഡ്. ഞാനിപ്പോഴും ഓർക്കുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ അനീതി പ്രവർത്തിക്കുന്നതും അനീതിക്കെതിരെ പ്രതികരിക്കാത്തതും ഒരേ തെറ്റാണ്. അത് നമ്മുടെ രാഷ്ട്രപിതാവ് നമ്മോട് പറഞ്ഞ വാക്കുകളാണ്. പക്ഷെ ഇവിടെ അനീതി പ്രോത്സാഹിപ്പിക്കപ്പെടുകയും നീതിയെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു മനോഭാവം ഇവിടെ എല്ലാവരിലും വളർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നാളെ നമ്മളൊക്കെ അതിന്റെ വിക്ടിംസ് ആയിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് ആരും ആരുടെയും അടിമയല്ല, ആരും ആരുടെയും വിക്ടിമാവാനും പാടില്ല. റൈറ്റ്. അപ്പൊ ഇത് അവസാനിപ്പിക്കുകയാണ്. എല്ലാ ചാനലിലും ഇത് വന്നു കഴിഞ്ഞു. ഏതായാലും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഭരണാധികാരികൾ, ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്, മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം ഇടപെട്ട് നീതി നടപ്പാക്കുക. ഞാൻ പറയുന്നില്ല ഈ സഭയുടെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിക്കും. പക്ഷേ ഈ റിട്ടിന്റെ മറവിൽ ഗുണ്ടകൾ ഭരിക്കുന്ന കേരളം ആവരുതെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്.